ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ളവരെ, പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് നമ്മളോട് പറയുക: ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ള വചനമാണ്. ഒത്തിരി നമ്മൾ ആശ്വസിക്കാനും ധൈര്യം കണ്ടെത്താനൊക്കെ ആ സമയങ്ങളിലൊക്കെ നമ്മൾ എടുത്ത് ധ്യാനിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു വചനമാണ്. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. ഉത്കണ്ഠകളെല്ലാം ഏൽപ്പിക്കുവിൻ. അവിടുന്ന് ശ്രദ്ധാലുവാണ് എല്ലാ കാര്യത്തിലും. 2 കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഈ വചനത്തിൽ നിന്ന് എടുത്ത് ധ്യാന വിഷയമാക്കുകയാണ്. 1, താഴ്മയോടെ നിൽക്കുവിൻ. 2, ഉത്കണ്ഠകളെല്ലാം ഏൽപ്പിക്കുവിൻ. താഴ്മയോടെ നിൽക്കുന്ന ഒരാൾക്കാണ് ഉത്കണ്ഠകളെ ഏൽപ്പിക്കാൻ പറ്റുക. ദൈവത്തിൻ്റെ മുൻപിൽ എളിയ മനോഭാവത്തോടെ നിൽക്കാൻ പറ്റുന്നവർ, എളിമയുള്ളവർക്ക് ഉത്കണ്ഠകളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും. എളിമയുള്ള ഒരു മനസ്സിന് ഉത്കണ്ഠകൾ കാര്യമായിട്ട് ഉണ്ടാകത്തില്ല. എളിമയുള്ള ഒരു ജീവിതത്തിൽ അധികം ഉത്കണ്ഠകൾ, അസ്വസ്ഥതകൾ ഭാരപ്പെടുത്തില്ല എന്ന് ചുരുക്കത്തിൽ. അധികം അസ്വസ്ഥതകൾ നമ്മളെ കീഴടക്കില്ല എന്ന് ചുരുക്കത്തിൽ. ലോകത്തിലുള്ളവരെയും ലോകത്തിലുള്ളതിനെയൊക്കെ കീഴടക്കാൻ ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. പക്ഷേ നമുക്ക് നമ്മളെ തന്നെ കീഴടക്കാൻ, ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ, ഒന്ന് താഴ്ന്നു കൊടുക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നും. എളിമപ്പെടാൻ, പ്രസംഗിക്കാനും മറ്റുള്ളവരെ ഉപദേശിക്കാനൊക്കെ എളുപ്പമുള്ള വിഷയമെങ്കിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ ഏറെ ക്ലേശം അനുഭവിക്കുന്ന ഒരു മേഖല. എന്ന് വെച്ചാൽ അത് പരിശീലനം ആയാൽ, ഒന്ന് പരിശ്രമിച്ചാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതുമായ ഒരു കാര്യം താഴ്ന്നു കൊടുക്കാൻ. എല്ലാ തലങ്ങളിലും, ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമല്ല, സഹോദരങ്ങളുടെ മുമ്പിൽ, ജീവിത പങ്കാളിയുടെ മുമ്പിൽ, മക്കളുടെ മുമ്പിൽ, മാതാപിതാക്കളുടെ മുമ്പിൽ, അധികാരികളുടെ മുമ്പിൽ, സഹപ്രവർത്തകരുടെ മുമ്പിൽ, നമ്മളെക്കാൾ താഴ്ന്ന നിലവാരത്തിലുള്ളവരുടെ മുമ്പിൽ, ആരുടെ മുമ്പിലാണെങ്കിലും താഴ്ന്നു കൊടുക്കാനുള്ള ഒരു മനസ്സ് അതുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഉത്കണ്ഠകളില്ല. ഉറപ്പായിട്ടുള്ള കാര്യം. എളിമപ്പെടാൻ പറ്റുന്ന ഒരു ജീവിതത്തിൽ ഉത്കണ്ഠകൾ കാര്യമായിട്ടില്ല. ഉത്കണ്ഠ ഇല്ലാത്തവരുണ്ടോ ആരെങ്കിലും? എന്തോ ഒരു കാര്യങ്ങളിലാണ് നമുക്ക് ഉത്കണ്ഠ. സത്യമല്ലേ ഞാൻ പറയണത്? എന്തോ ഒരു കാര്യത്തിൽ നാളെ എന്നാ സംഭവിക്കാൻ പോണത്, വിഷമാവോ, സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുമോ, മരിച്ചെങ്ങാനും പോവോ, ജോലി കിട്ടുമോ, കല്യാണം നടക്കുമോ, പറമ്പ് വിൽക്കാൻ പറ്റുമോ, കേസൊന്ന് ഒത്തുതീർപ്പിലാവോ, എത്ര കാര്യങ്ങൾ പറഞ്ഞാലും തീരുകയില്ല, പങ്കുവെച്ചാലും തീരുകയില്ല, അവതരിപ്പിച്ചാലും തീരുകയില്ല. എത്ര കാര്യങ്ങൾ. ഒരു പ്രശ്നം തീർന്നു, ടെൻഷനൊക്കെ മാറി ഫ്രീ ആയി അങ്ങനെ വിചാരിക്കുമ്പോഴേക്കും ഇതാ അടുത്തത് വന്നു കഴിഞ്ഞു. മനസ്സങ്ങ് അസ്വസ്ഥമാവാണ്. പിന്നെ ഇങ്ങനെ നെടുവീർപ്പുകൾ മാത്രമാണ്. ഇടയ്ക്കിടയ്ക്ക് നെടുവീർപ്പിടുന്ന കാണാം. എന്നെ പറ്റി, എന്നെ ഉണ്ടായി, ഹേയ് ഒന്നുമില്ല പറയില്ല. നമ്മൾ പുറമേ ഉള്ളവരോട് പറയില്ല, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ കൊച്ചു കാര്യത്തെ ഓർത്ത് അസ്വസ്ഥപ്പെടുകയാണ്, ഭാരപ്പെടുകയാണ്. എളിമയുള്ള ഒരു ജീവിതമാണെങ്കിൽ ഈ ഉത്കണ്ഠയ്ക്കൊന്നും പിന്നെ വലിയ സ്ഥാനമില്ല. കാരണം നമ്മൾ എളിമപ്പെടുന്നത് ദൈവത്തിൻ്റെ മുൻപിലാണ്. ദൈവത്തിൻ്റെ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവാൻ. അങ്ങനെയാണ് പത്രോസ്ലീഹ പറയണത്. പത്രോസ്ലീഹ അങ്ങനെ നിൽക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പത്രോസ്ലീഹ വളരെ സ്നേഹത്തോടെ നമ്മളോട് പറഞ്ഞു തരിക: മക്കളെ, ദൈവത്തിൻ്റെ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്ക്, തക്ക സമയത്ത് ഉയർത്തും. ഉയർത്തിയിട്ടില്ലേ? എന്തോരം ഉയർത്തി! ഒന്ന് ഓർത്തു നോക്കിയേ. കുഞ്ഞുനാൾ മുതൽ നമ്മൾ നടന്നു വന്ന വഴികൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥ എന്തോരം ഉയർത്തിയിട്ടുണ്ട്. വല്ല യോഗ്യത ഉണ്ടായിട്ടാണോ? വല്ല പുണ്യം വർദ്ധിച്ചിട്ടാണോ? അല്ല കേട്ടോ. കർത്താവ് നമ്മളെ ഉയർത്തി, തക്ക സമയത്ത് ഉയർത്തിയിട്ടുണ്ട്. എന്നാലും ഉത്കണ്ഠ മാറിയിട്ടുണ്ടോ? ഇല്ല. ഇനിയുണ്ട് ഉത്കണ്ഠ, ആകുലത. എന്തോരം ആകുലത! ചിലരിങ്ങനെ പറയും, എൻ്റെ സിസ്റ്ററെ, കുഞ്ഞുനാൾ മുതൽ ജനിച്ചപ്പം തൊട്ട് തുടങ്ങിയതാ, ഇത് തീരല്ല, ഇനി മരിച്ചാലേ തീരത്തുള്ളൂ. അങ്ങനെ പറയുന്ന എത്രയോ സഹോദരങ്ങൾ. ഉത്കണ്ഠകൾ നമ്മളെ കീഴടക്കാൻ തുടങ്ങുമ്പോൾ, ഈ കീഴടക്കുന്ന ഉത്കണ്ഠകളെ കീഴടക്കണമെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ കൈകളുടെ കീഴെ താഴ്മയോടെ നിൽക്കേണ്ടതുണ്ട്. ദൈവമേ, നിൻ്റെ കരങ്ങൾക്ക് കീഴെ താഴ്മയോടെ നിൽക്കാൻ എനിക്ക് ശക്തി തരണേന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. എന്താ ഈ എളിമ എന്ന് പറഞ്ഞാൽ? താഴ്മയോടെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞാൽ അതെന്താ കാര്യം?
പല വ്യാഖ്യാനങ്ങളുണ്ട്, പല ഉത്തരങ്ങളുണ്ട്. ഏതാനും ചിലത് നമുക്കൊന്ന് കാണാം, ശ്രദ്ധിക്കാം. എളിമ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ വേദനിപ്പിക്കുന്നവർ, ഒരു തരത്തിൽ കേട്ടോ, ഒരു തരത്തിൽ ചിന്തിച്ചാൽ നമ്മളെ വേദനിപ്പിക്കുന്നവർ, നമ്മളെ പരാജയപ്പെടുത്താൻ പരിശ്രമിക്കുന്നവർ, നമ്മൾ നിന്ദിക്കുന്നവർ, നമുക്കെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നവർ, എന്തുവാകട്ടെ, അങ്ങനെ ഒരു ഗ്രൂപ്പ്, അവരോട് മനസ്സിൽ ഒരു ചെറിയ വെറുപ്പ് പോലും ഇല്ലാതെ, അവരെ മനസ്സിൽ നിന്നും അല്പം പോലും മാറ്റി നിർത്താതെ ചേർത്ത് പിടിക്കാൻ, അനുഗ്രഹിക്കാൻ, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരുടെ നന്മ ആഗ്രഹിക്കാൻ, അവർക്ക് നന്മ ചെയ്തു കൊടുക്കാൻ, അവസരം കിട്ടുമ്പോഴൊക്കെ അവരെ സ്നേഹിച്ച് സഹായിക്കാൻ, ശുശ്രൂഷിക്കാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ നീ താഴ്മയോടെ നിൽക്കുന്ന മകനാണ്, നീ താഴ്മയുള്ള എളിമയുള്ള മകളാണ്. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. ക്രിസ്ത്യാനുകരണത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മകനെ, നീ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ വെച്ച് താഴ്ത്തപ്പെടുകയാണ്, ആരാലും അംഗീകരിക്കപ്പെടുന്നില്ല, എല്ലാവരാലും തഴയപ്പെടുകയാണ്. അതോടൊപ്പം മറ്റൊരാൾ ഉയർത്തപ്പെടുന്നു, പ്രശംസിക്കപ്പെടുന്നു. ആ ആളുടെ വളർച്ചയും ആ ആളുടെ ഉയർച്ചയൊക്കെ നീ കാണുമ്പോൾ നീ ഒരിക്കലും ഖേദിക്കരുത്, സങ്കടപ്പെടരുത്, വിഷമിക്കരുത്. സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് നിൻ്റെ ദൃഷ്ടികൾ ഉയർത്തണം, ദൈവത്തിങ്കിലേക്ക് നിൻ്റെ മനസ്സിനെ നീ ഉയർത്തണം. എത്ര അവഹേളനങ്ങൾ വന്നാലും, എത്ര പരിഹാസങ്ങൾ കേട്ടാലും, നിന്നെ താഴ്ത്തുന്ന ഒരു പിടി അനുഭവങ്ങൾ ഉണ്ടായാലും ആത്മീയ സമാധാനം നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ ദൈവത്തിൻ്റെ മുൻപിൽ നീ താഴ്മയോടെ നിൽക്കണം. അങ്ങനെ ക്രിസ്ത്യാനുകരണത്തിൽ പഠിപ്പിക്കുക. താഴ്മയുള്ള മക്കൾക്ക് മനസ്സമാധാനം ഉണ്ടാവും. എളിമയുള്ള മക്കൾക്ക് മനസ്സെപ്പോഴും ഒരു ശാന്തമാണ്, സ്വസ്ഥമാണ്. അവർക്ക് എന്ത് വന്നാലും, എത്ര കൊടുങ്കാറ്റ് വീശിയാലും അത് വിഷയമുള്ള കാര്യമല്ല. അവർ വളരെ ശാന്തരാണ്. അവർ വളരെ എന്ന് വെച്ചിട്ടൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, അങ്ങനെ ചിന്തിച്ചേക്കല്ലേ, മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, മറിച്ച് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ലൊരു ബോധ്യമുണ്ട്, എൻ്റെ കർത്താവ് എല്ലാം കാണുന്നുണ്ട്, എൻ്റെ കർത്താവിനെല്ലാം അറിയാം, എൻ്റെ കർത്താവ് എല്ലാം മനസ്സിലാക്കുന്നുണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്, എല്ലാ കാര്യങ്ങളിലും എൻ്റെ കർത്താവ് ശ്രദ്ധാലുവാണ്. ഇങ്ങനെ മനസ്സിൽ ബോധ്യമുള്ള മക്കൾക്ക് എളിമപ്പെടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എളിമയുള്ള മക്കൾക്ക് സാധാരണക്കാരോടൊക്കെ ഇടപെടാനുണ്ടല്ലോ, അവർക്ക് വിഷയമല്ല, അത് എളുപ്പമാണ്. അവർക്ക് സാധാരണ ജോലികൾ ചെയ്യാൻ, സാധാരണക്കാരെ പോലെ വ്യാപരിക്കാൻ, അവരുമായിട്ടൊക്കെ ഇടപെടാൻ, സാധാരണ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ അവർക്ക് വളരെ എളുപ്പമാണ്. ഞാൻ ഓർക്കുന്നു, ഒരിക്കലും ഒരു വൈദികന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ അങ്ങ് ദൂരേക്ക് വിദേശത്തേക്ക് ഉപരിപഠനത്തിനായിട്ട് പോകാൻ ഒരുങ്ങുകയാണ്. ആ സമയത്ത് നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള, പഠിച്ച് നല്ല ഉയർന്ന് വരുന്ന ഒരു വൈദികനാണ്. കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് കണ്ടത്, കുറേ പുല്ല്, പശുവിനൊക്കെ പുല്ല് വെട്ടുന്ന കണ്ടിട്ടില്ലേ, ഈ പുല്ല് വെട്ടിയിട്ട് ഇതിങ്ങനെ കെട്ടുകളാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു, എന്നാ വെച്ചാൽ ഇങ്ങനെ കാണുന്ന ഈ പുല്ല് വെട്ടി വെച്ചിട്ട് ഇങ്ങനെ പശുവിന് കൊടുക്കുന്ന പോലെയൊക്കെ കാണുന്നതന്നെ. ഉടനെ പറഞ്ഞു, അതെന്നും ചെയ്യുന്ന പണിയാണ്, അതെന്നും ചെയ്യുന്ന പണിയാണ്. ഒത്തിരി ഉയർന്ന നിലവാരത്തിൽ ജീവിക്കാൻ സാധ്യതയുള്ള കഴിവുള്ള ഒരു വന്യവൈദികൻ. അച്ഛൻ പറയാ, ഞാനെന്നും പശുവിന് പുല്ല് വെട്ടും. അപ്പം ഞാൻ ഓർത്തു, എൻ്റെ പോലും പശുവിനെ നോക്കിയിരിക്കുവാണോ, വേറെ ഒന്നും ചെയ്യാനില്ലേ? ഉടനെ പറഞ്ഞു, സിസ്റ്ററെ, വേറെ മിഷൻ പ്രദേശത്താണ് സേവനം ചെയ്യുക, ശുശ്രൂഷ ചെയ്യുക. കുറച്ച് നാളുകളായി അവിടുത്തെ ജനത്തിനൊന്നും ഭക്ഷിക്കാൻ പോലുമില്ല, ഒന്നുമില്ല. അവിടുത്തെ മനുഷ്യർ ഒരുപാട് പട്ടിണിയുള്ള, ദാരിദ്ര്യം അനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്ന ജനങ്ങളാണ്. അവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ, അവരോടൊപ്പം ജീവിക്കുമ്പോൾ അവർക്ക് എന്നെ സഹായിക്കാനൊന്നും പറ്റുകയില്ല. ജീവിക്കണ്ടേ, വരുമാനം എന്തെങ്കിലും വേണ്ടേ, പള്ളിയിലത്തെ കാര്യങ്ങളൊക്കെ നടത്തണ്ടേ. അപ്പം പശുവിനെ വളർത്തും, അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ തുച്ഛമായ വരുമാനം കൊണ്ടൊക്കെ ചിലപ്പം പള്ളിയുടെ കാര്യങ്ങൾ നടത്തേണ്ടി വരും. പശുവിന് പുല്ല് കൊടുക്കണം, അതുകൊണ്ടൊക്കെ ഞാൻ പുല്ല് വെട്ടാനൊക്കെ പോയിട്ടുണ്ട്. അത് മടിയുള്ള കാര്യമല്ല, അതൊക്കെ കുറച്ച് സമയം കൊണ്ട് വളരെ സ്പീഡിൽ ചെയ്യും. എന്നിട്ട് ജനത്തെ ശുശ്രൂഷിക്കാൻ വീട് സന്ദർശനത്തിനൊക്കെ പോവും. ഞാൻ ഓർക്കുന്നു, എത്രയോ ചെറിയ ജോലി ചെയ്യാൻ, എത്രയോ വിശുദ്ധരായ വൈദികർ ഇതുപോലെ. സിസ്റ്റേഴ്സിനെ കണ്ടിട്ടില്ലേ, അനാഥ കുഞ്ഞുങ്ങൾ, മന്ദബുദ്ധികളായ കുഞ്ഞുങ്ങൾ, രോഗികളായിട്ടുള്ളവർ, ആരോരും ഇല്ലാത്ത പ്രായം ചെന്നവർ, അവരൊക്കെ ശുശ്രൂഷിക്കുന്നവർ, അവരുടെ മലമൂത്ര ഒക്കെ എടുത്ത് അവരെ ക്ലീൻ ചെയ്യാനും, അവരെ സഹായിക്കാനും, ശുശ്രൂഷിക്കാനും, ഭക്ഷണം വാരിക്കൊടുക്കാനും, അവരെ സ്നേഹിക്കാനും, അടുത്തിരുന്ന് സംസാരിക്കാനൊക്കെ സമയം ചെലവിടുന്ന സിസ്റ്റേഴ്സ് എത്രയോ അധികം പേര് കഴിവില്ലാഞ്ഞിട്ടല്ല, നല്ല സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് ലോകത്തിൽ ജീവിക്കാൻ സാധ്യതകളില്ലാഞ്ഞിട്ടല്ല, ക്രിസ്തുവിനെ അവരിലൊക്കെ കാണുന്നു. എളിമയോടെ ക്രിസ്തുവിനെ ശുശ്രൂഷിക്കാൻ അവസരം കിട്ടുമ്പോഴൊക്കെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്ന അനേകം സിസ്റ്റേഴ്സ്, അനേകം വൈദികർ. അൽമായരും ഒട്ടും കുറവല്ലല്ലോ. എത്രയോ മക്കൾ ആത്മാർത്ഥമായി, നിഷ്കളങ്കരായി, പരിശുദ്ധമായ മനസ്സോടെ, ഏറ്റവും എളിമയോടെ ശുശ്രൂഷ ചെയ്യുന്ന, അധ്വാനിക്കുന്ന, കുടുംബം നോക്കുന്ന, അല്ലെങ്കിൽ ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരുന്ന എത്രയോ മക്കളെ കണ്ടിട്ടുണ്ട്.
സന്തോഷം തോന്നിയിട്ടുണ്ട്. ഒരുപാട് എളിമയുള്ള മക്കളോടെ കൂടെയൊക്കെ ശുശ്രൂഷ ചെയ്യാനൊക്കെ അവസരം കിട്ടുമ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ പലപ്പോഴും ഓർത്തു പോകും, ദൈവമേ എത്രയോ ഇനിയും എളിമപ്പെടേണ്ടിയിരിക്കുന്നു, എത്രയോ ഇനിയും താഴ്ന്നു കൊടുക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ കൊച്ചു ത്രേസ്യ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഏറ്റവും നല്ല ഒരു സുഹൃതമാണ് എളിമ എന്നുള്ളത്. എല്ലാ സുഹൃതങ്ങളിലും വെച്ച് ഏറ്റവും നല്ലൊരു സുഹൃതം എളിമപ്പെടാനൊരവസരം കിട്ടിയാൽ അതൊരിക്കലും ഞാൻ നഷ്ടപ്പെടുത്താറില്ല. എളിമപ്പെടാനൊരവസരം കിട്ടുമ്പോൾ ഒരിക്കലും ഞാനത് നഷ്ടപ്പെടുത്താറില്ല. എത്ര ഉറപ്പോടെയാ കൊച്ചു ത്രേസ്യ അത് പറഞ്ഞതെന്ന് ഓർത്ത് നോക്കിയേ. സത്യമായിരുന്നു. ആ ജീവിതം മുഴുവൻ നമ്മൾ പരിശോധിച്ചാൽ അങ്ങനെ കാണുകയല്ലേ. ഒരിക്കൽ പോലും എളിമപ്പെടാൻ മടിയില്ലായിരുന്നു കൊച്ചു ത്രേസ്യയ്ക്ക്. താഴ്ത്തിക്കെട്ടി സംസാരിക്കും. മറ്റുള്ളവർ നമ്മളെ ഇങ്ങനെ ഒന്നുമല്ലാത്ത പോലെ വളരെയധികം താഴ്ത്തിക്കളയുന്ന രീതിയിൽ പെരുമാറാൻ സാധ്യതയുണ്ട്. എല്ലാവരും ഒരുപോലെ നമ്മളെ സ്നേഹിക്കണമെന്ന് നിർബന്ധം പറയാൻ പറ്റുമോ? പറ്റുകയില്ല. വാശി പിടിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. എല്ലാവർക്കും ഒരുപോലെ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അപ്പോഴൊക്കെ താഴ്ന്നു കൊടുക്കാൻ, വിട്ടുകൊടുക്കാനുള്ളൊരു മനസ്സ്, എളിമപ്പെടാനുള്ളൊരു മനസ്സ് അത് കർത്താവ് തന്നെ തരണം. അത് വലിയൊരു സുഹൃതമാട്ടോ. അത് ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റിയാൽ നമ്മൾ ഒരുപാട് ആത്മീയ തലത്തിൽ പുണ്യങ്ങളിലൊക്കെ നമ്മളങ്ങ് വളരാൻ തുടങ്ങും, അഭിവൃദ്ധി പ്രാപിക്കാൻ തുടങ്ങും, കൃപയിൽ നിറയാൻ തുടങ്ങും. മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ന്നു കൊടുക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ വിട്ടുകൊടുക്കാൻ, അങ്ങ് എളിമപ്പെടാൻ അത് വലിയൊരു അനുഗ്രഹമാണ്. അത് വലിയൊരു അനുഗ്രഹമാണ്. ചില കുടുംബങ്ങളിൽ കണ്ടിട്ടില്ലേ, ചില സഹോദരങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് അവരുടെ കുടുംബങ്ങളിൽ സന്തോഷമാണ്. നമുക്ക് കയറി ചെല്ലുമ്പോൾ നിറഞ്ഞ മനസ്സ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം എളിമയുള്ള ആരെങ്കിലും ഒരാൾ അവിടെ ഉണ്ടാവും. ഒരു തലക്കനമില്ലാത്ത, എത്ര വലിയവരാണെങ്കിലും സമൂഹത്തിൻ്റെ മുമ്പിലൊക്കെ അവർ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നവരാകും. പക്ഷേ പെരുമാറ്റമൊക്കെ എത്ര സിമ്പിളാണ്, എത്ര സോഫ്റ്റാണ്, എത്ര സ്നേഹം കൊണ്ട് നിറഞ്ഞവരാണ്. തോന്നിയിട്ടില്ലേ? ചില ആൾക്കാരെ കണ്ടാലോ പേടിച്ചിട്ട് നമ്മൾ അങ്ങ് വിട്ടുപോകും. നമുക്ക് അവരുടെ അടുത്തേക്ക് അടുക്കാനേ പറ്റില്ല. ഒരാൾ മതി. ഒരു കുടുംബത്തിൽ നല്ല എളിമയുള്ള ഒരാളുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും പരിമളം പരന്നുകൊണ്ടേയിരിക്കും. അഹങ്കാരമുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിലോ ആ കുടുംബത്തിൽ എന്നും തകർച്ചയാട്ടോ. ആ കുടുംബം എന്നും നരകം പോലെയാട്ടോ. ആ കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും കാണുകയില്ല. എന്നും കണ്ണുനീര്. കുറച്ച് നാൾ മുമ്പ് ഒരു സഹോദരി എൻ്റെ അടുത്ത് പറയുമായിരുന്നു, അവർ വിദേശത്താണ് ജോലി, നല്ല ശമ്പളമുള്ള ജോലിയാണ്. അപ്പം അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഭർത്താവിൻ്റെ കാര്യം, മക്കളുടെ കാര്യമൊക്കെ വേദനയോടെ പറയുമായിരുന്നു. ഭർത്താവ് ഒരു ഇച്ചിരി ദുശാടിയുള്ള, അല്ലെങ്കിൽ ഇച്ചിരി വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്ന സ്വഭാവമുള്ളൊരു വ്യക്തിയാണ്. അപ്പം ഈ സഹോദരി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്നോട് പറയുകയാണ്, സിസ്റ്ററെ ജോലി ഞാൻ നിർത്തി പോരുവാണ്. എന്താ ഉണ്ടായി, എന്ത് പറ്റി? ഉടനെ പറഞ്ഞു, ഭർത്താവ് കമ്പനിയിൽ ചെന്ന് എന്തൊക്കെയോ പരാതി ഇല്ലാത്തൊക്കെ പറഞ്ഞു, അവർക്ക് അവിടെ പ്രശ്നമായി, അവരെന്നോട് റിസൈൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ റിസൈൻ ചെയ്ത് ഈ സഹോദരി തിരിച്ച് വീട്ടിൽ വിദേശത്ത് തന്നെ ഇരിക്കുമ്പം പിന്നെയും പ്രശ്നം. ഭർത്താവ് പിന്നെയും അവിടെ നിൽക്കാൻ പറ്റുകയില്ല, നാട്ടിൽ നിൽക്കാൻ പറ്റുകയില്ല, അവിടെ വിദേശത്ത് നിൽക്കാൻ പറ്റുക, നാട്ടിലേക്ക് പോരണം. അങ്ങനെ അവിടെ നിർബന്ധിച്ച് പറഞ്ഞു വിടുകയാണ്. ഇവിടെ വന്ന് നാട്ടിൽ വന്ന് വേദനയോടെ ഈ സഹോദരി എത്തിച്ചേർന്നിട്ട് കണ്ണു നിറഞ്ഞിട്ട് വിളിച്ച് പറയായിരുന്നു, ഇത്രയധികം വേദനിക്കാൻ എന്തേ എൻ്റെ ദൈവം ഇടയാക്കി? ഞാൻ പറഞ്ഞു, ഒന്നുമല്ല, മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കുറേ നല്ല കാര്യമൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഞാൻ ഓർക്കും, അഹങ്കാരമുള്ള ഒരു വ്യക്തി ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ നരകം പോലെയാണ്. അഹങ്കാരമുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ഒരാൾക്ക് പോലും സ്വസ്ഥത അനുഭവിക്കാൻ പറ്റുകയില്ല. എത്ര പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും മനസ്സ് മുറിഞ്ഞുകൊണ്ടിരിക്കും, സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും, വേദനിച്ചുകൊണ്ടിരിക്കും. എളിമയുള്ള ജീവിതം കുടുംബത്തെ അനുഗ്രഹമാക്കും. എളിമയുള്ള ഒരാളെങ്കിലും ഒരു സ്ഥാപനത്തിലുണ്ടെങ്കിൽ ആ സ്ഥാപനം ദൈവസന്നിധിയിൽ സ്വീകാര്യമാട്ടോ. വിനീതരുടെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് കയറുന്നതാണല്ലോ സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. വിനീത മനസ്സിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന എളുപ്പത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലെത്തും. പ്രിയമുള്ള സഹോദരങ്ങളെ, എളിമയുള്ള ഒരാൾക്ക് മറ്റുള്ളവരോട് മാപ്പ് ചോദിക്കാനോ അവരെ അഡ്ജസ്റ്റ് ചെയ്യാനോ അങ്ങനെ അവരെ മറ്റുള്ളവരെയൊക്കെ നമ്മളെക്കാൾ ഉയർന്ന നിലവാരത്തിലുള്ളവരായി കാണാനോ ഒന്നും ബുദ്ധിമുട്ട് തോന്നുകയില്ല, വിഷമം തോന്നുകയില്ല. അതൊക്കെ എളുപ്പമായിട്ട് ഫീൽ ചെയ്യും. എല്ലാവരെയും നമ്മളെക്കാൾ ഉയർന്നവരായിട്ട് കാണും എളിമയുള്ള മക്കൾ. എല്ലാവരെയും, ആരെയും താഴ്ന്നു കാണുകയില്ല, എന്നേക്കാൾ താഴെയുള്ളവർ ഇല്ല, അങ്ങനെ ഒരു ചിന്താഗതിയേ ഇല്ല. എല്ലാവരെയും ശ്രേഷ്ഠരായിട്ട് കാണുന്നു, എല്ലാവരെയും വലിയവരായിട്ട് കാണുന്നു, എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്നു. അതോടൊപ്പം ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിട്ടുകൊടുക്കാൻ, എൻ്റെ പദ്ധതികളൊക്കെ തകരുമ്പോൾ, എൻ്റെ പ്ലാനുകളൊക്കെ തകരുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി നടക്കട്ടെ എന്ന് പറയാൻ കണ്ണു നിറയാതെ, പരാതിയില്ലാതെ, പരിഭവപ്പെടാതെ, സങ്കടപ്പെടാതെ, നിരാശപ്പെടാതെ, ദൈവമേ നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയണമെങ്കിൽ എളിമ വേണം കേട്ടോ. എളുപ്പമല്ല, കരഞ്ഞു പോവും. എന്തേ നടക്കാത്തതെന്ന് ചോദിച്ചു പോവും. എന്തേ ഇത്ര വേഗം ജോലി നഷ്ടപ്പെട്ടത്? എന്തേ ഇങ്ങനൊരു ക്യാൻസർ രോഗം വന്നത്? എന്തേ എൻ്റെ വീട് ജപ്തിയായത്? എന്തേ എൻ്റെ ഭവനത്തിൽ അപകടം സംഭവിച്ചത്? പരാതി പറഞ്ഞു പോവും.
പരാതി പറയാതെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കണമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ എളിമയുണ്ടായേ പറ്റൂ. എളിമയോടെ മുന്നോട്ട് പോകുന്നവർക്കേ ദൈവ പദ്ധതിക്ക് മുൻപിൽ തന്നെ വിട്ടുകൊടുക്കാൻ പറ്റൂ. ഇങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ ഈ ഉത്കണ്ഠകളൊക്കെ മനസ്സിലേക്ക് വരണം. അന്നേരം കൊച്ചു കൊച്ചു ഉത്കണ്ഠകൾ, ആകുലതകൾ, ഇത് മുഴുവൻ അന്നേരം സമർപ്പിക്കുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കുന്ന നല്ല ദൈവത്തെ നമ്മൾ കാണുകയാണ്. നമ്മളെ ശ്രദ്ധിക്കുന്ന 115-ാമത്തെ സങ്കീർത്തനത്തിൽ 12-ാമത്തെ വചനം പറയുന്നില്ലേ, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. വിചാരമുണ്ടെന്ന് പറയുമ്പോൾ നമ്മളെക്കുറിച്ച് ഓർക്കുന്നൊരു ദൈവമാണെന്ന്, നമ്മളെക്കുറിച്ച് കരുതലുള്ളൊരു ദൈവമാണെന്ന്, നമ്മളെ മറക്കുന്നൊരു ദൈവമല്ല, നമ്മളെ എന്നും കാണുന്ന കേൾക്കുന്നൊരു ദൈവമാണെന്ന്, നമ്മളെക്കുറിച്ച് വിചാരമുള്ളൊരു ദൈവം. 24 മണിക്കൂറും വിചാരമുണ്ട് കേട്ടോ, 24 മണിക്കൂറും. നമുക്കൊക്കെ ചിലരൊക്കെ എത്ര കഷ്ടപ്പെട്ടാലും 1 മണിക്കൂർ നേരത്തേക്കൊക്കെ ഓർക്കാൻ പറ്റും, അത് കഴിയുമ്പോൾ പിന്നെയും മറന്നു പോകും, പിന്നെ 1 മണിക്കൂർ പിന്നെ കഷ്ടപ്പെട്ട് ഓർത്തെടുക്കണം. കർത്താവ് അങ്ങനെയല്ല, 24 മണിക്കൂറും നമ്മളെ ഓർക്കുന്നവനാണ്, നമ്മളെ കാണുന്നവനാണ്. നമ്മൾ കാണാത്ത നന്മയും നമ്മൾ കാണാത്ത വിജയ സാധ്യതയും നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഉയരങ്ങളൊക്കെ കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും നന്മ മാത്രം നമ്മളിൽ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനും ആ കർത്താവ് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെങ്കിൽ, ആ കർത്താവ് നമ്മളെ കരുതുന്നുവെങ്കിൽ, ആ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നുവെങ്കിൽ എന്തിനാ പിന്നെ ഉത്കണ്ഠ, എന്തിനാ ടെൻഷൻ? മക്കൾ പഠിക്കുന്നില്ല, മക്കളുടെ ഭാവി എന്താവും, കെട്ടിച്ചു വിടാൻ പറ്റുമോ, ജോലി ശരിയാകുമോ, വീടിൻ്റെ പണി തീരുമോ, പറമ്പ് വിൽക്കാൻ പറ്റുമോ, ബിസിനസ് നന്നായിട്ട് പോകുമോ? വേണോ ടെൻഷൻ? വേണ്ടാട്ടോ. കാരണം എളിമയോടെ ആ കരത്തിൻ്റെ കീഴെ നിന്ന് കൊടുക്കാം, ആ കരത്തിൻ്റെ കീഴിൽ നിന്ന് കൊടുക്കാം നമുക്ക്. നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ലല്ലോ ദൈവം ചിന്തിക്കുക, നമ്മൾ മനുഷ്യർ ചിന്തിക്കണ പോലെയല്ല ദൈവം ചിന്തിക്കുക. അവിടുന്ന് ദൈവമല്ലേ, അവിടത്തേക്ക് ശക്തിയില്ലേ, അവിടുന്ന് പ്രവർത്തിക്കട്ടെ, അവിടുന്ന് ഇടപെടട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഉത്കണ്ഠയൊക്കെ നമ്മളിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ ഏതാനും ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ എളുപ്പത്തിൽ ഈ ഉത്കണ്ഠയിൽ നിന്ന് മോചനം കിട്ടാം. ചിലർക്ക് ഈ ഉത്കണ്ഠ മനസ്സിൽ വല്ലാതെ അങ്ങ് നിറഞ്ഞിട്ട് അത് അസിഡിറ്റിയായി, പിന്നെ അത് അൾസറായി, അത് വലിയ രോഗാവസ്ഥയിലേക്ക് പോലും നയിക്കും. എപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണവരെ കണ്ടിട്ടില്ലേ? അസിഡിറ്റിയാ, ചോദിച്ചാൽ പറയും അസിഡിറ്റിയാ, അൾസറാ. എത്ര പേര് അമിതമായിട്ടുള്ള ഈ ഉത്കണ്ഠകളൊക്കെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ പോലും ബാധിക്കാൻ സാധ്യതയുണ്ട്. ശരീരത്തിൻ്റെ സ്മൂത്തായിട്ടുള്ള പ്രവർത്തനത്തിന് പോലും തടസ്സമായിട്ട് തീരും. ഇത് പുറമേ ആർക്കും ഒന്നും തോന്നുകയില്ല, കണ്ടാൽ നല്ല സ്വീറ്റാണ്, കണ്ടാൽ നല്ല ടിപ്പ് ടോപ്പാണ്, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ട കേട്ടോ, നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം നമ്മുടെ കർത്താവിൻ്റെ കയ്യിൽ. പറഞ്ഞില്ലേ ഏൽപ്പിച്ചു കൊടുക്കാൻ, ഉത്കണ്ഠകൾ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാനല്ലേ പറയുക, അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കാം നമുക്ക്. നമ്മുടെ കർത്താവ് ശക്തനായ ദൈവമല്ലേ, ആ കൈകളിൽ അവനെടുത്തോളും. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വചനം പറയുന്നില്ലേ, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല എന്ന്. ആ കരങ്ങൾ ചെറുതല്ല എന്ന്, കുറുകിപ്പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ചെറിയ കൈയൊന്നുമല്ല, നല്ല ബലമുള്ള ആരോഗ്യമുള്ള കൈയാണ്. അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കാം ആ കൈകളിലേക്ക്. കർത്താവിൻ്റെ കരത്തിന് കീഴെ താഴ്മയോടെ നിൽക്കുക. ശ്രദ്ധാലുവാണ് നിൻ്റെ ദൈവം, നിൻ്റെ ദൈവം നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, നിന്നെ കാണുന്നുണ്ട്, നിന്നെ മനസ്സിലാക്കുന്നുണ്ട്. സഹോദര സഹോദരി, ഈ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ എളിമ നിറഞ്ഞേ പറ്റൂ. എളിമയോടെ കർത്താവിൻ്റെ അടുത്ത് ചെന്നിട്ട്, കർത്താവേ, എല്ലാ ഉത്കണ്ഠകളെയും ഓർത്ത് നന്ദി പറയുന്നു. കൃതജ്ഞതാ പ്രകാശനം അത് വളരെ ആവശ്യമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്നിട്ട് കണ്ണൊക്കെ ഒന്ന് അടച്ചിട്ട് കൈ കൂപ്പി പിടിച്ചിട്ട് ഒരു 10 മിനിറ്റ് സമയമെങ്കിലും നിർബന്ധമായും സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. എന്നിട്ട് പറയണം, ഈശോയെ, എനിക്ക് ഇന്ന കാര്യം ഓർക്കുമ്പോൾ മനസ്സിൽ വല്ലാത്ത ഭാരം തോന്നുന്നു. പരീക്ഷയെ ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന ആ വലിയ പരിപാടിയെ ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ പോകുന്ന ഉത്തരവാദിത്വം ഓർക്കുമ്പോൾ, ചില വ്യക്തികളെ കാണുമ്പോൾ എങ്ങനെ അവരുമായിട്ട് ഇടപെടണം അത് ഓർക്കുമ്പോൾ, ചില ആൾക്കാരുടെ സ്വരം മനസ്സിലേക്ക് അത് ഓർമ്മയിലേക്ക് വരുമ്പോൾ, എത്ര കാര്യങ്ങളിൽ അതെല്ലാം നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എന്നെ ഉത്കണ്ഠപ്പെടുത്തുന്ന, ആകുലപ്പെടുത്തുന്ന ഈ സംഭവങ്ങളെല്ലാം നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈശോയെ എന്ന് പറഞ്ഞിട്ട് ഒരു 10 മിനിറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് കർത്താവിൻ്റെ മുമ്പിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമുക്ക് കേൾക്കാവുന്ന സ്വരത്തിൽ, ചെറിയ സ്വരത്തിൽ, വലിയ ഒച്ചപ്പാടിലുള്ള ചെറിയ സ്വരത്തിൽ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ ടെൻഷനെ ഓർത്ത് സ്തുതിക്കുന്നു, ഭാര്യയെ ഓർക്കുമ്പോൾ മനസ്സസ്വസ്ഥമാകുന്നത് സമർപ്പിച്ച് സ്തുതിക്കുന്നു, മക്കളെ കാണാനുള്ള ആഗ്രഹം സമർപ്പിച്ച് സ്തുതിക്കുന്നു, എൻ്റെ ഭർത്താവിനെ, എൻ്റെ ആരോഗ്യത്തെ ഓർക്കുമ്പോൾ മനസ്സിൽ തോന്നുന്ന ഉത്കണ്ഠയെ സമർപ്പിച്ച് സ്തുതിക്കുന്നു. ഒന്ന് സ്തുതിച്ച് നോക്കിയാലോ? യേശുവേ നന്ദി, യേശുവേ സ്തുതിന്ന് ആത്മാർത്ഥമായിട്ട് നീ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിച്ച് ഏറ്റു പറയാൻ, ദൈവത്തിൻ്റെ ശക്തിയെ നീ ഉൾക്കൊള്ളുകയാണ്, ആ ശക്തിയിൽ നീ ആശ്രയം വയ്ക്കുകയാണ്. അപ്പം അങ്ങനെ നീ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. വലിയ ആശ്വാസമാണ്, വലിയ ആശ്വാസമാണ്. അതുപോലെ കൂതാശകൾ സ്വീകരിക്കുമ്പോൾ, കുമ്പസാരം അടുക്കൽ കുമ്പസാരിക്കുമ്പോൾ, ഒരു 5 ദിവസമൊക്കെ കൂടി വരുമ്പോൾ കുമ്പസാരിച്ചാൽ എത്ര നല്ലതെന്നറിയോ?
എത്ര നല്ലത്. നിർബന്ധമല്ല കേട്ടോ. ഒരു മാസമൊക്കെ കൂടുമ്പോൾ കുമ്പസാരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ചിലർ വർഷങ്ങളാവും അത്രയും പോകാതെ. ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലൊക്കെ ഒന്ന് കുമ്പസാരിച്ചാൽ അതൊരുപാട് നമുക്ക് സൗഖ്യമാണ്. ഈ ഉത്കണ്ഠകളിൽ നിന്നൊക്കെ മോചനം നേടാൻ എളുപ്പത്തിൽ സാധിക്കും. മറ്റൊരു കാര്യം, നമ്മുടെ ഉത്കണ്ഠകളിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ശരണം വയ്ക്കാം. നിൻ്റെ രക്ഷയ്ക്ക് നിൻ്റെ കൂടെ ഞാനുണ്ട്, വാഗ്ദാനമല്ലേ. യുഗാന്ത്യം വരെ ഞാൻ കൂടെ ഉണ്ടാവും, വാഗ്ദാനമല്ലേ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, വാഗ്ദാനമല്ലേ. കർത്താവ് സുഖപ്പെടുത്തും, കർത്താവ് ധൈര്യം തരും, കർത്താവ് വഴി നടത്തും, കർത്താവ് ശക്തി തരും. നമുക്ക് അവിടുത്തെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാം. എത്രയോ മക്കൾ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരിക്കുകയല്ല. വലിയ പ്രതിസന്ധികളാവും, വലിയ പ്രശ്നങ്ങളാവും, ഒരിക്കൽ പോലും നടക്കില്ലെന്നൊക്കെ തോന്നിപ്പോവും. എന്നാലും മനസ്സിൽ പറയണം, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഞാൻ ശരണപ്പെടുന്നു ദൈവമേ, ഞാൻ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു കർത്താവേ. എന്നിട്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അങ്ങനെ സ്തുതിക്കാൻ, അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്കാകുന്നുവെങ്കിൽ നമ്മുടെ ഉത്കണ്ഠകളൊക്കെ മനസ്സിൽ നിന്ന് മാറിപ്പോവും. നമ്മുടെ ഉത്കണ്ഠകൾക്കൊന്നും പിന്നെ സ്ഥാനമില്ലാതെയാവും. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുക. തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മളോട് പറയുന്ന കേട്ടോ. സഹോദര നിന്നോട്, സഹോദരി നിന്നോട് പറയുന്നു, കർത്താവ് ശ്രദ്ധാലുവാണ് എന്ന്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളെ ഉത്കണ്ഠപ്പെടുത്താറുണ്ട്. എത്ര ശ്രമിച്ചിട്ടും ഈ ഉത്കണ്ഠ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. പിന്നെയും പിന്നെയും മനസ്സിനെ ഭാരപ്പെടുത്തും, പിന്നെയും പിന്നെയും മനസ്സിനെ തളർത്തും. ആരും അറിയാതെ മനസ്സും ശരീരവും തളർന്നിരുന്നു പോകുന്നവരാണ് ഞങ്ങൾ. സുഖപ്പെടുത്തണം ഈശോയെ. വലിയൊരു സൗഖ്യവും വലിയൊരു സ്വാതന്ത്ര്യവും തന്ന് ഇപ്പോൾ തന്നെ ഞങ്ങളെ ബലപ്പെടുത്തണം. ഇപ്പോൾ തന്നെ ആർക്കും അറിയത്തില്ലാത്ത സ്വകാര്യ ദുഃഖങ്ങളും മനസ്സിൻ്റെ വേദനകളൊക്കെ എടുത്തു മാറ്റി വലിയ സന്തോഷവും വലിയ സമാധാനവും തന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം ഈശോയെ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.